ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് കത്തോലിക്ക സഭയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട്. വ്യാജരേഖകളും ലോഗോകളും ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ കബളിപ്പിക്കുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാത്തലിക് ചാരിറ്റീസ് പോലുള്ള പ്രമുഖ കത്തോലിക്ക സ്ഥാപനങ്ങളുടെ പേരും ചിഹ്നവുമാണ് തട്ടിപ്പുകാർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കുടിയേറ്റക്കാർക്ക് നിയമസഹായം നൽകാം, വിസ ശരിയാക്കി നൽകാം, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത്. അപേക്ഷാ ഫീസ് എന്ന പേരിലോ പ്രോസസിംഗ് ഫീസ് എന്ന പേരിലോ വലിയ തുകയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പണം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ അപ്രത്യക്ഷരാകുന്നു. കത്തോലിക്ക സഭയുടെ കുടിയേറ്റ വിഭാഗം ഈ തട്ടിപ്പിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പുതിയ പ്രിഫെക്റ്റായി കനേഡിയൻ ആർച്ച് ബിഷപ്പ് പീറ്റർ രായ്ച്ചിനെ മാർപ്പാപ്പ നിയമിച്ചു. വത്തിക്കാൻ ഭരണകൂടത്തിലെ ഏറ്റവും നിർണായകമായ പദവികളിൽ ഒന്നായ പ്രിഫെക്ട് ഓഫ് ദി പൊന്തിഫിക്കൽ ഹൗസ് ഹോൾഡ് എന്ന ചുമതലയാണ് അദ്ദേഹം ഇനി വഹിക്കുക. മാർപ്പാപ്പയുടെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ, പൊതുസന്ദർശനങ്ങൾ, വിദേശ രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ച എന്നിവയുടെ മേൽനോട്ടവും ഏകോപനവുമാണ് ഈ പദവിയുടെ പ്രധാന ഉത്തരവാദിത്തം. വത്തിക്കാനിലെ പ്രോട്ടോകോൾ സംബന്ധമായ കാര്യങ്ങളിലും മാർപ്പാപ്പയുടെ ദൈനംദിന പരിപാടികൾ സുഗമമായി നടത്തുന്നതിലും പുതിയ പ്രിഫെക്ട് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സേവനം ഇനി നിർണായകമാകും. സംസ്ഥാന CLCയുടെ 464-ാം CLC ദിനാഘോഷം തൃശൂർ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ കുരിയച്ചിറയിൽ വെച്ച് നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തുപിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന CLC പ്രസിഡന്റ് സജു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അതിരൂപത CLC പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പിള്ളി ലോക CLC ദിന സന്ദേശം നൽകി. കുരിയച്ചിറ ഇടവക വികാരി ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത CLC പ്രസിഡന്റ് ഗ്ലോറൻ ജോയ് ആമുഖ പ്രഭാഷണം നടത്തി. അതിരൂപത അസിസ്റ്റന്റ് പ്രൊമോട്ടർമാരായ ഫാദർ സെബി വെളിയൻ, ഫാദർ സന്തോഷ് അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ബിഗ് ബോസ് താരം അനീഷ് തറയിൽ യോഗത്തിന് മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 7 വർഷക്കാലം തൃശൂർ അതിരൂപത CLC ആനിമേറ്ററായ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ ജ്യോതിസിനെ ചടങ്ങിൽ ആദരിച്ചു. 1000-ഓളം CLC അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തെയും അവിടുത്തെ പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന ആഗോള ധനശേഖരണത്തിൽ പങ്കുചേരുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് വത്തിക്കാൻ. പൗരസ്ത്യ സഭകൾക്കായുള്ള വത്തിക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തിറക്കിയ സന്ദേശത്തിൽ യുദ്ധവും പട്ടിണിയും മൂലം ദുരിതമനുഭവിക്കുന്ന വിശുദ്ധ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യാശ പകരേണ്ടത് അത്യാവശ്യമാണെന്ന് വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷങ്ങൾക്കും നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾക്കുമിടയിൽ ക്ലേശമനുഭവിക്കുന്ന ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ക്രൈസ്തവർക്ക് ഈ സഹായം വലിയ ആശ്വാസമാകുമെന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കി. 2026-ലെ ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്ന മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ ആസ്റ്റക സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി തുറന്നു. സ്റ്റേഡിയം വീണ്ടും തുറക്കുന്നതിന്റെ ഭാഗമായി നടന്ന പ്രത്യേക ചടങ്ങിൽ മൈതാനവും ഗ്യാലറിയും ബിഷപ്പ് ഫ്രാൻസിസ്കോ ഹാവിയർ അസറോ ആശീർവദിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്ന ആദ്യ സ്റ്റേഡിയം എന്ന അപൂർവ നേട്ടം ഇതോടെ ആസ്റ്റക സ്റ്റേഡിയത്തിന് സ്വന്തമാകും. 1970-ലും 1986-ലും ലോകകപ്പിന് വേദിയായ ഇതേ മൈതാനത്ത് വെച്ചാണ് പെലെയും മറഡോണയും ലോക കിരീടങ്ങളിൽ മുത്തമിട്ടത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.